everyone, welcome back to Shrudi's Pharma World. കേരള ഫാർമസിസ്റ്റ് PSC എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കോച്ചിങ് സെന്ററിന്റെയും സഹായമില്ലാതെ സ്വന്തമായി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഉപകാരപ്പെടും. 50 OMR ഷീറ്റുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ്. അങ്ങനെയുള്ള ഒരു OMR ബുക്ക്ലെറ്റ് വാങ്ങുകയും ഈ ഒരു ബുക്ക്ലെറ്റിനകത്ത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് എക്സാമിന് OMR ഷീറ്റ് ലഭിക്കുന്ന സമയത്ത് ആൻസർ ബബിൾ ചെയ്യുമ്പോൾ അത് ആക്യുറേറ്റ് ആയിട്ട് സ്പീഡിൽ ബബിൾ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓരോ ചാപ്റ്റർ പഠിച്ച ശേഷം അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതത് ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള MCQs അറ്റൻഡ് ചെയ്യുക. ഒരുപാട് ഫാർമസിസ്റ്റ് PSC ഗൈഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ബുക്ക് എടുത്ത് മറിച്ച് നോക്കുന്ന സമയത്ത് നല്ലതെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങിക്കുക. അതിനുശേഷം അതിനകത്ത് തന്നിരിക്കുന്ന പ്രീവിയസ് MCQs എല്ലാം ചാപ്റ്റർ വൈസ് MCQs ഉണ്ടായിരിക്കും, സബ്ജക്ട് വൈസ് MCQs ഉണ്ടായിരിക്കും. ഇനി കേരള ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രീവിയസ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ റിയൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടെ എഴുതുക. ഇതുപോലൊരു OMR ബുക്ക്ലെറ്റ് വാങ്ങി അതിനകത്തുള്ള ഒരു OMR ഷീറ്റിനകത്ത് തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആക്യുറേറ്റ് ആയിട്ടും സ്പീഡിലും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈഡ്സിലൂടെ മാത്രമല്ല നമുക്ക് MCQs അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത്. 5000 rupees കൊടുത്ത് നിങ്ങൾക്കൊരു ഫാർമസിസ്റ്റ് PSC കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഫാർമസിസ്റ്റ് MCQ സീരീസ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ സബ്ജക്റ്റും കവർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ ഈ ഫാർമസിസ്റ്റ് PSC എക്സാമിന്റെ സിലബസ് കവർ ചെയ്തതിന് ശേഷം ഇതേപോലെയുള്ള MCQ സീരീസ് ഇപ്പം 200 rupeesന് അല്ലെങ്കിൽ 500ന് താഴെ തന്നെ ഒരുപാട് MCQ സീരീസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള MCQ സീരീസ് മാത്രം പർച്ചേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. യൂട്യൂബിനകത്തും ഇതുപോലെ MCQ സീരീസ് നടത്തുന്ന ഒരുപാട് നല്ല ചാനൽസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് തരും, ക്വസ്റ്റ്യൻസ് തന്ന ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം തരും. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന രീതി ഫോളോ ചെയ്യുന്ന ഒരുപാട് നല്ല ചാനൽസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാനൽസ് നോക്കിയിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്, MCQs വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു OMR ബുക്ക്ലെറ്റിനകത്ത് 25 പേജുകളാണുള്ളത്. 25 പേജിൽ ഓരോ പേജിന്റെയും 2 സൈഡിലായിട്ട് OMR ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിനകത്ത് 50 OMR ഷീറ്റ് ആണുള്ളത്. ഇതിന് 50 രൂപയാണ് വന്നിട്ടുള്ളത്. ഞാനിത് തൊട്ടടുത്ത ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റാൾസിലും ഇതുപോലെയുള്ള OMR ഷീറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇനി ഇല്ല എങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ OMR ഷീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ OMR ഷീറ്റ്സ് വാങ്ങാൻ നിങ്ങൾ മറക്കണ്ട. MCQs ഇതുപോലെയുള്ള OMR ഷീറ്റുകളിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. താങ്ക്